സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ട് പേപ്പറുകളിൽ രേഖകളായി അവശേഷിക്കുന്നതും അല്ലാതെ പലപ്പോഴും ക്രിയാത്മകമായി കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു പോരായ്മയാണ് സംഭവിക്കുന്നത്. എപ്പോഴെങ്കിലും അത് ചെയ്തു തീർക്കുമ്പോഴേക്കും നമുക്കിത്തരത്തിലുള്ള വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അത് സമയബന്ധിതമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ. അല്ല, ഈ സമയബന്ധിതത്തിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കട്ടെ, 40 വർഷമായിട്ട് ആ വൈദ്യുതി ലൈൻ അതുവഴി കടന്നു പോവുകയാണ്. അവിടെ സ്കൂളും ഉണ്ട്. ആ ലൈനിന് താഴെ 8 വർഷമെങ്കിലുമായി ഇങ്ങനൊരു സൈക്കിൾ ഷെഡ് ഉണ്ട്. ഈ സമയബന്ധിതം എന്ന് പറയുമ്പോൾ ഈ 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് KSEBക്ക് തന്നെ തോന്നുകയാണ് ഇത് പ്രശ്നമാവും എന്ന്. എന്തുകൊണ്ടാണ് ഇത് പ്രശ്നമാകുമെന്ന് മുമ്പ് തോന്നാതിരുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അധികാരം ശരിക്കും കയ്യിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാനും സാധ്യമാവും. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ സംവിധാനങ്ങളിൽ അധികാരങ്ങൾ കയ്യിലുള്ള ആളുകൾ സമയബന്ധിതമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. ആ മേഖലയിൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടായാലും മറ്റുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടായാലും വളരെ കർശനമായ നടപടികൾ നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിലെങ്കിലും ഇത്തരത്തിലുള്ള വളരെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷേ പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. അത് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ 6-7 വർഷങ്ങളാകുമ്പോഴും അപകട ഭീഷണിയിൽ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനോ അത് സമയബന്ധിതമായി പൊളിച്ചു മാറ്റിക്കളയുകയോ മറ്റോ ചെയ്ത് ഒരു സുരക്ഷ ക്രമീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വളരെ മിടുക്കനായ ഒരു മകനെ, അവൻ്റെ അമ്മ എന്ന് പറയുന്നത് അവനെ വളരെ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് പോയിട്ട് നാളുകളിൽ തിരികെ എത്തി മകനെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാൻ എത്തിച്ചേരുമ്പോൾ അവനില്ല, അവൻ ഈ ലോകത്തില്ല, വെള്ളപതിച്ച് ശരിക്കും എന്നേക്കുമായിട്ട് അവൻ ഈ ലോകത്തുനിന്ന് പോകും എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം ആ കുടുംബത്തിനാണ്. ആ കുടുംബത്തിൻ്റെ നഷ്ടം നമ്മുടെയൊക്കെ മനസ്സുകളിൽ വളരെ വലിയ വേദനകളായിട്ടുണ്ട്. ആ വേദനകൾ നിലനിൽക്കുമ്പോൾ തന്നെ പറയുകയാണ്, ഇനിയെങ്കിലും കൃത്യമായിട്ട് സംവിധാനങ്ങൾ അത് ശരിക്കും ചെയ്യാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാനും കഴിയുന്നത് നമ്മുടെ ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് തന്നെയാണ്. ആ കാര്യങ്ങൾ എപ്പോൾ തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്താൻ കഴിയുന്നോ അപ്പോൾ മാത്രമേ നമ്മുടെ സംവിധാനങ്ങൾ ശരിയാകുകയുള്ളൂ. അത്തരത്തിൽ നമ്മുടെ സംവിധാനം ശരിയാകേണ്ടതിന് ഇത് ഒരു ഘടകമായി തീരുകയാണ് എന്നാണ് വിഷമത്തോടു കൂടി പറയാനുള്ളത്. കാരണം എങ്ങനെ ശരിയാവും എന്നുള്ള ഷഹല എന്ന കുട്ടി വയനാട്ടിൽ പാമ്പുകടിയേറ്റ് മരിച്ച കാര്യം ഇവിടെ നേരത്തെ ഷാജർ ഖാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ മെഡിക്കൽ രംഗത്തെ മെഡിക്കൽ കോളേജ് തകർന്നു വീണ്, മെഡിക്കൽ കോളേജിലെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് തകർന്നു വീണ് ഒരാൾ മരിക്കുന്നത്. എല്ലാം ഇങ്ങനെ സിസ്റ്റം ഫെയിലിയർ ആവുകയാണ് എങ്കിൽ ഇതാകെ ക്രാഷ് ആവുമോ എന്ന് നമ്മൾ പേടിച്ചു പോകും, അല്ലെങ്കിൽ സംശയിക്കേണ്ടി വരും.